ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് യൂണിഫോം ടോപ്പ് തയ്ച്ചെടുക്കാൻ നോക്കട്ടെ. ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മളെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായാൽ മാത്രം മതി നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു 8 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഒരളവിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം, ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ കുട്ടിയുടെ അളവിനനുസരിച്ച് ഓരോ കുട്ടിക്ക് ചിലപ്പോൾ വണ്ണത്തിനനുസരിച്ച് ചില കുട്ടികൾ നല്ല വണ്ണം ഉണ്ടാവും, ചില കുട്ടികൾ തീരെ മെലിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അളവിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റും ടോപ്പും അതുപോലെ തന്നെ കോട്ടും തയ്ക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഒരു സെറ്റ് ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെറ്റും കൂടിയാണ് തയ്ച്ചെടുക്കാൻ. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ യൂണിഫോം തയ്ക്കാനുള്ള തുണി, ടോപ്പിനുള്ള തുണി ഇതാണ്. അപ്പോൾ നമ്മൾ തുണി 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് 2 ഓപ്പൺ വശവും അങ്ങേ വശത്ത് 2 ക്ലോസ് ആയിട്ടുള്ള വശവും ഇതുപോലെ ആയിരിക്കണം നമുക്ക് തുണി മടക്കിയിടേണ്ടത്. കണ്ടില്ല, ഇവിടെ നമുക്ക് 2 ക്ലോസ് ആയിട്ടുള്ള വശവും അങ്ങേ വശം ഓപ്പൺ ആയിട്ടുള്ള വശം. എന്നിട്ട് നമ്മൾ താഴെ ഭാഗത്ത് നിന്നും, താഴെയും ഓപ്പൺ ആണ്, മുകൾ വശം ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നിന്നും മുകളിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്യണത്. 32 ഇഞ്ചാണ് നമുക്ക് മൊത്തം ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ തയ്യത്തുമ്പായിട്ട് കൊടുക്കുക. നമുക്ക് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും താഴെ നമുക്ക് 1 ഇഞ്ച് മടക്കി തയ്ക്കാനും കണ്ടിട്ട് നമ്മളൊരു 34 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 6.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴിയുടെ അളവും അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുക. 6.25 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നമുക്ക് ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആയിട്ട് കൊടുക്കട്ടോ. എന്നാൽ നമുക്ക് കുട്ടികൾ വണ്ണം വെക്കുമ്പോൾ നമുക്കത് വണ്ണം കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് 9.5 ഇഞ്ചാണ്. 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ വീതി 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൽ തുമ്പ് അടക്കം 9 ഇഞ്ച് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം ആദ്യം നമുക്ക് അവിടുത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂട്ടിയിട്ട് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നമുക്ക് അവിടുത്തെ വണ്ണം 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് തയ്യൽ തുമ്പ് 2 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഓപ്പൺ അല്ല, അമ്പർല ടോപ്പ് മാതിരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് അവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ വണ്ണം ഹിപ്പിൻ്റെ അവിടുത്തെ അരയുടെ വണ്ണത്തിലേറെ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ എക്സ്ട്രാ കൊടുക്കുക, തയ്യൽ തുമ്പും കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ കുട്ടിയുടെ വണ്ണം നമുക്ക് തന്നെ ടേപ്പിൽ നിന്ന് അളവെടുത്തിട്ട് ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് തന്നെ കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ടൈറ്റായി പോകുകയാണെങ്കിൽ നമുക്കത് ലൂസാക്കി എടുക്കാൻ കഴിയും. പിന്നെ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഇങ്ങനെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ പകുതി ഒന്ന് കണ്ടെത്തിയിട്ട് 1/2 ഇഞ്ചും കൂടി ഇതുപോലെ ഒന്ന് കുഴിച്ച് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ, ബോഡി പാർട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. 4 ഇഞ്ചോ അല്ലെങ്കിൽ 4.5 ഇഞ്ചോ നെക്ക് കൊടുക്കുക. അപ്പോൾ അധികം വണ്ണമില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചും ബാക്ക് നെക്ക് 2 ഇഞ്ചും പിന്നെ വീതി 2.25 കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചതുരാക്കിയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കട്ടോ.
അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ താഴെ ഭാഗം ഒന്ന് കർവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ താഴെ ഭാഗം 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്യാം കേട്ടോ. 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ചിലേക്ക് ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുത്തു. അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കാരണം 2 സൈഡ് നമുക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്യണത്. ഇനി നമ്മൾ സൈഡ് ഭാഗം തയ്യൽ തുമ്പിൻ്റെ അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡർ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കൈക്കുഴി വരച്ചല്ല, അതിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് കൈക്കുഴി പിന്നീടാണ് നമ്മൾ കട്ട് ചെയ്യുക. ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. നമുക്ക് ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇത്രയുള്ള നമ്മളെ ചുരിദാർ കട്ടിങ്. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യണം. കൈ ഇതുപോലെ ഒന്ന് അളവെടുത്ത് നോക്കുക. 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി അളവെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കൈക്കുഴി 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവിന് കൈക്കുഴി കണക്കാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഫുൾ സ്ലീവാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള വശമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അടക്കം ലെങ്ത്ത് കിട്ടുന്നുണ്ട്, പക്ഷേ വീതി നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കുഴിച്ച് കർവ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ വശം ഉണ്ടല്ലോ, ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ നീളത്തിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ വശം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കൈക്കുഴി നമുക്ക് 9 ഇഞ്ചാണല്ലോ കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്കൊന്ന് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം 18 ഇഞ്ച് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ സ്കെയിൽ കൊണ്ട് ഒന്ന് മാർജിൻ വരച്ചെടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കൈക്കുഴി 9 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ ജോയിൻറ്റ് ചെയ്യാനുള്ള ഭാഗം വിട്ടതിന് ശേഷം ബാക്കി 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മൾ കുഴിച്ച് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചെടുക്കണം. നമ്മളെ സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നും നമ്മൾ 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ കേട്ടോ. അപ്പോൾ ചെസ്റ്റ് മൊത്തം റൗണ്ടിൽ നിന്ന് നമ്മൾ 10 ഇഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 3.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ കുഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ മസിലിൻ്റെ അവിടുത്തെ ഒരു വണ്ണം കിട്ടാൻ 6 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. 6 ഇഞ്ച് എന്നിട്ട് അവിടുത്തെ വണ്ണം 5.5 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പ് കൊടുക്കട്ടെ. തയ്യൽ തുമ്പ് നമ്മൾ എത്രയാണോ നമ്മൾ ബോഡി പാർട്ടിന് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പ് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. താഴത്തെ വണ്ണം 4 ഇഞ്ച്, അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ആകൃതി എങ്ങനെ കർവ് ചെയ്ത് കാണ്ട് ഇവിടെ ഒരു കർവ് കൊടുത്തിട്ട് നമ്മൾ താഴെ വണ്ണത്തിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കൈ മാർക്ക് ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണിയിൽ നിന്നും ഇതുപോലെ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ലൈക്ക് തരാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി നമുക്കിത് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ നെക്ക് തയ്ക്കാൻ കണ്ടിട്ടുള്ളൊരു ചതുരത്തിലുള്ള പീസ് ഇതുപോലെ എടുത്തേക്കാണ്. എന്നിട്ട് നമ്മളെ നെക്കിൻ്റെ വീതി തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തല്ലോ. അപ്പോൾ സെൻറ്ററിൽ നിന്നും 2.25 ഇഞ്ച് ഇങ്ങോട്ടും 2.25 ഇഞ്ച് ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുട്ട് സൂചി 2 സൈഡിലായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. പിന്നെ സെൻറ്ററിലും വേണമെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കട്ടെ, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1/4 ഇഞ്ചിൽ ഈ നെക്കിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ തയ്ച്ചു പോരുക. അപ്പോൾ നമ്മൾ ചതുര നെക്കാണ് തയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് ഈ ചതുരത്തിൽ തന്നെ നമ്മളൊരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള തുണി ഒന്ന് വെട്ടിക്കളയാം. എന്നിട്ട് ഈ ഒരു മൂലയിലും കട്ടിങ് കൊടുക്കുക, ഈ ഒരു മൂലയിലും കട്ടിങ് കൊടുക്കുക.
സ്റ്റിച്ചിൽ കൊള്ളരുത്. സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തുമ്പ് വശത്തു കൂടെ സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ തുമ്പ് വശത്തു കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാ ചുരിദാർ, ലൈനിങ് ചുരിദാറൊക്കെ തയ്ക്കണില്ലേറെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും യൂണിഫോമിൻ്റെ ചുരിദാർ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. ഇനി നമുക്ക് 1 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. ചതുരാക്കിയിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. ചുളിക്കോ ചുളിവുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കണ്ടില്ലേ, ഫ്രണ്ട് നെക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ മുകൾ വശത്തുള്ള തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ലെവൽ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കുക. അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മുട്ടുസൂചി കുത്തി കൊടുത്ത് കറക്റ്റ് വീതി അളവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സെൻറ്ററിലെ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ കോണിലൊന്ന് നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതിച്ച് തയ്ക്കണ മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് പതിച്ച് തയ്ച്ചിട്ടില്ല. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചീത്ത തുണി ഉണ്ടല്ലോ, മറിച്ചിടുന്ന തുണിമ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. അങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ സ്റ്റിച്ച് ഈ ഒരു ബാക്ക് തുണിമയാണ് നമുക്ക് സ്റ്റിച്ച് വരിക. നമ്മൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു തുണി കൊടുത്തല്ലോ, ആ തുണി നമ്മൾ 1 ഇഞ്ചിൽ കട്ട് ചെയ്ത ആ ഒരു കട്ടിങ് ഇതുപോലെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂണിഫോമിൻ്റെ നല്ല വശം ചേർത്തി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ. ഇതുപോലെ 2 സ്റ്റിച്ച് എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗം നല്ല വശം ചേർത്തി വെച്ചതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഈ ഒരു തുണി നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് ഷോൾഡർ 1/2 ഇഞ്ചിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് തന്നെ നമ്മൾ ഷോൾഡറിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വശത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. കണ്ടില്ല, നമ്മളെ ഷോൾഡർ കറക്റ്റ് ആ ഒരു നല്ലൊരു വൃത്തിയിലും ഭംഗിയിലും തന്നെ കിടക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് കൂടെ ഈ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് നെക്കും ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ചെയ്തതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കുക. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ചുളിക്കൊന്നുമില്ലാതെ കറക്റ്റ് ആ ചതുരത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരുക. എന്നിട്ട് ഈ ഷോൾഡറും ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇത്ര നമുക്ക് നെക്ക് തയ്ക്കാനും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനും ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നെക്കൊക്കെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ കണ്ടില്ല, അപ്പോൾ ഇവിടെ നമുക്ക് നൂലൊന്ന് കുത്തിക്കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുത്തിക്കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പുറമേക്ക് കാണുന്ന ഭാഗങ്ങളാണല്ലോ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ശരിക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുന്ന് വിട്ട് പോരും. അപ്പോൾ ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ല, നമ്മളെ നെക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു നീളത്തിനുള്ളൂ നമുക്ക് ഫുൾ സ്ലീവ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഈ 2 സ്ലീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, മുകളിലെ ഈ ഓപ്പൺ ഭാഗം 1/2 ഇഞ്ചിലൂടെ നമ്മൾ മാർജിൻ വരച്ചിരുന്നല്ലോ, ആ ഒരളവിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ഈ ഒരു ഓപ്പൺ ഭാഗം ക്ലോസ് ചെയ്തെടുക്കുക കേട്ടോ. 2 സ്റ്റിച്ച് കൊടുക്കുക അവിടെ, നമുക്ക് പെട്ടെന്ന് തുന്ന് വിട്ട് പോരില്ല. അപ്പോൾ ഞാനിത് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്ലീവ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ മുകൾ വശത്തുള്ള ആ 2 ഓപ്പൺ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തെടുത്തു. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം നമുക്കവിടെ സ്റ്റിച്ച് പെട്ടെന്ന് വിട്ടു പോരും. കണ്ടില്ല, നമുക്കിത് നിവർത്തി കഴിഞ്ഞാൽ ഒറ്റ സ്ലീവായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിന്മേൽ ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ തന്നെ സ്ലീവ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം.
ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 സ്റ്റിച്ച് ഇവിടെയും കൊടുക്കണം. നമ്മൾ 2 സ്ലീവ് ജോയിൻ്റ് ചെയ്യുമ്പോഴും 2 സ്റ്റിച്ച് എടുക്കാം. ഇപ്പം നമ്മൾ 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ചോളം വീതിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ചല്ല 1/4 ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 2 സ്റ്റിച്ച് എടുത്തിട്ട് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടില്ല, എത്ര ഉള്ളൂ നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഈ ഒരു സ്ലീവും ഇങ്ങനെ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുക. കറക്റ്റ് സെൻറ്ററും തമ്മിൽ വെച്ചെടുത്തിട്ട് ഈ ഒരു സ്ലീവും കൂടി നമുക്കിങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു അത്യാവശ്യം 1/4 ഇഞ്ചിലാണ് നമ്മൾ ഷോൾഡർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 1/4 ഇഞ്ചോളം വീതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവ് നമ്മൾ ഇതിന്മേൽ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ താഴെ അറ്റം മടക്കി തയ്ച്ചിട്ടുണ്ട്. അതിന് നമുക്ക് സ്ലീവിൻ്റെ താഴെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ അടിവശം തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ സ്ലീവ് ജോയിൻ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ അറ്റം ഒന്ന് തയ്ച്ച് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഇത് വിട്ടു പോയതാണ്. അപ്പം നമുക്ക് സ്ലീവിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ 2 സ്ലീവും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കി ഇതേപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് അറ്റവശത്തു കൂടെ അതിൻ്റെ തുമ്പ് വശത്തു കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അപ്പോൾ 2 സ്ലീവിനും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാം. അപ്പോൾ സൈഡ് മൂട്ടിയെടുക്കാൻ താഴെ നമ്മൾ എത്രയാണോ വണ്ണം കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് മുകളിലത്തെ മസിൻ്റെ അവിടുത്തെ വണ്ണം 5.5 ഇഞ്ച് അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൈക്കൂടെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ 2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 2 ഇഞ്ച് നമ്മളിതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. കണ്ടില്ല, 2 ഇഞ്ച് അളവ് അറിയാത്തവർ ഇതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് തുണി കിടക്കുന്നുണ്ട്. അത് നമുക്ക് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ എക്സ്ട്രാ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി മാർക്ക് ചെയ്ത അളവിലൂടെ ഒന്ന് തയ്ച്ച് പോരട്ടെ. ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ഈ കൈക്കൂടെ ഈ ഒരു ഭാഗത്തുള്ള തുണി ഉണ്ടല്ലോ, ഇത് നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. അപ്പം ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഭാഗം വരെ എത്രയാണ് 2 ഇഞ്ച് എന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാപ്പിൽ വെച്ചിട്ട് 2 ഇഞ്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ താഴെ ഭാഗം വരെ നമ്മൾ തയ്ച്ച് പോരുക. ഇതേപോലെ തയ്ച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് റിട്ടേണും ആ സ്റ്റിച്ചുമ്പോൾ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. എന്നാൽ നല്ല ഉറപ്പുണ്ടായിക്കോളും, പെട്ടെന്ന് തുന്ന് വിട്ടു പോരൂല. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതേ ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, സ്ലീവിൻ്റെ അവിടുത്തെ തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവിൻ്റെ തുണിയും ഇതേപോലെ ലെവൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളവിടെ ജോയിൻറ്റ് ചെയ്തപ്പോൾ കുറച്ച് തുണി അധികമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 സൈഡ് നമ്മൾ മോട്ടിയെടുത്ത് ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിയും. അപ്പോൾ കണ്ടില്ല, നമ്മൾ നെക്കും ഒക്കെ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെയും ഭാഗമൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താഴെ വശം ആദ്യം 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ തയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം 1/2 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടായിട്ട് തയ്ക്കുക. പിന്നെ വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടായിട്ട് തയ്ച്ചെടുത്താൽ മതി. അങ്ങനെയും തയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് തയ്ക്കുന്നത് കേട്ടോ. ആദ്യം 1/2 ഇഞ്ച് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ആകൃതിയിൽ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഒന്ന് 2 ഇഞ്ചിലേക്ക് കർവ് ചെയ്ത് തയ്ച്ചല്ലോ, ആ ഒരു ആ കർവ് വരത്തക്ക രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് എടുക്കണം. എന്നാലേ 2 സൈഡ് തൂങ്ങി കിടക്കാതെ ഇരിക്കുള്ളൂ.
അപ്പോൾ അതാ ഞാൻ അടിവശം മൊത്തമായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തുമ്പ് വശത്തു കൂടെ നമ്മൾ സ്ലീവ് തയ്ച്ചല്ലോ, സ്ലീവ് തയ്ച്ചപ്പോൾ അതിൻ്റെ അറ്റവശത്തു കൂടെ ഒരു തയ്യലും കൂടിയും കൊടുത്തല്ലോ, അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തെ അറ്റവശത്തു കൂടെ ഒരു തയ്യലും കൂടിയും കൊടുക്കുക. അപ്പോൾ ഈ ഒരു തയ്യലും കൂടിയും കൊടുത്താൽ നമ്മളെ ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൂട്ടാകട്ടോ. നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.